കൊന്നത്തടി പഞ്ചായത്തിലെ കൊന്നത്തടി പഞ്ചായത്തിലാണ് നിൽക്കുന്നത്. ഇതിപ്പം നമ്മുടെ അമ്പലമാണ് ഈ കാണുന്ന ശ്രീ മഹാദേവി ലക്ഷ്മി ക്ഷേത്രം. ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം. ഈ അമ്പലത്തിലെ സെക്രട്ടറിയാണ് ഇപ്പം നമ്മുടെ കൂടെയുള്ളത്. ഈ അമ്പലത്തിലെ സെക്രട്ടറിയാണ് ഈ നിൽക്കുന്നത് നമ്മുടെ മുന്നിൽ. അപ്പം ഇത് എത്ര വർഷമായി മഠം ഇത് തുടങ്ങിയിട്ട്? അമ്പലം വർഷം എത്ര വർഷമായി? അമ്പലം 40 വർഷമായി. 50 വർഷത്തോളം ഉണ്ടോ? ആരുണ്ട്? അപ്പം ഇതിന് പൊളിച്ചിട്ടിരിക്കുക അല്ലേ? പുതുക്കി പണിയാൻ വേണ്ടി. ആദ്യം പോലെ പണിയാനായിട്ട് തുടങ്ങി. അപ്പോൾ കൊറോണയായി. പിന്നെ നമ്മുടെ ഈ മഴക്കാലം വന്ന് എല്ലാം നാശങ്ങളെല്ലാം വന്ന കാരണം പിന്നെ അങ്ങനെ പണി തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പുറകോട്ട് പോവുകയാണ്. ഓരോ കാര്യങ്ങളും നടക്കാതെ വരുന്നത്. ദേവി മാത്രമേ സരസ്വതിയുടെ അമ്പലമാണല്ലേ? മഹാലക്ഷ്മി. വേറെ പ്രതിഷ്ഠയൊന്നുമില്ല. മുമ്പിലെ അമ്മയാണ്. വേറെ എന്താ പ്രതിഷ്ഠ ഇവിടെയുള്ള? നാഗരാജാവുണ്ട്, പിന്നെ അയ്യപ്പനുണ്ട്, പിന്നെ ഗുരുദേവനുണ്ട്. നിത്യപൂജയുണ്ട്. നിത്യപൂജയില്ല. ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം, പിന്നെ 1-ാം തീയതി. അതല്ലേ? അങ്ങനെയുള്ളൂ. ശരി, നമുക്ക് ഞങ്ങൾ അമ്പലത്തിലേക്കൊന്ന് കയറി കാണാനായിട്ട് പോവുകയാണേ. അമ്പലത്തിൻ്റെ കയറിപ്പോകുന്ന നടയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മൾ കണ്ട ദേവീക്ഷേത്രത്തിൻ്റെ ഉള്ളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ശാന്തിയുണ്ട്. അതൊന്ന് കണ്ടിട്ട് ശാന്തിയോട് ചോദിക്കാം. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവീക്ഷേത്രത്തിൻ്റെ ഉൾവശമാണ്. ഇതെപ്പോഴൊക്കെയാണ് ഈ നട തുറക്കുന്നത്? ഇതിനെക്കുറിച്ച്, ഇവിടെ അമ്പലത്തിനെ കുറിച്ചൊക്കെ വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് ശാന്തിയോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് തൽക്കാലമായിട്ട് കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. ഇത് അപ്പുറത്തോട്ട് ഒരു പുതിയ വലിയ അമ്പലം പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കാണുന്നതാണ് പുതിയ അമ്പലം പണിയാൻ വേണ്ടി അവർ പണിതുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. നമുക്കിവിടുത്തെ ശാന്തിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ഈ അമ്പലത്തിനെ കുറിച്ച്. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് വളരെ അനുഗ്രഹം നേടിപ്പോകുന്ന ഒരു നല്ല അമ്പലമാണ്. 100 വർഷത്തിലും പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് അമ്പലത്തിന്. തിരുമേനി, ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണേ. അതെന്തായത് ഈ അമ്പലം? തിരുമേനിയുടെ പേരെന്നാ തിരുമേനി? എവിടെയാ സ്ഥലം?
മുൻപോലത്താണ്. ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. എത്ര വർഷമായി ഇത്? ഗുരുസാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭതേ ഭവരൂപിണാം യതേ സർവവിദ്യാനാം ഓം ദക്ഷിണാമൂർത്തേ നമഃ. നമസ്തേ. ആധുനിക കാലഘട്ടത്തിൽ ഒരു ക്ഷയിച്ചു പോയൊരു ക്ഷേത്രമായിരുന്നു നമ്മുടെ കുന്നത്തടി മഹാലക്ഷ്മി ക്ഷേത്രം. ഇത് പണ്ട് നൂറ്റാണ്ടുകൾക്ക് ഒരു 100 വർഷത്തോളം പഴക്കമുണ്ട്. ഇവിടെ നമ്മുടെ ആദ്യകാലഘട്ടത്തിൽ നമ്മളിതൊരു നാഗേശിയുടെ ഒരു സാന്നിധ്യമായിരുന്നു. തുടർന്ന് ദേവപ്രശ്നത്തിൽ അത് വെച്ചാരാധന നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ ദേവപ്രശ്നത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ മഹാലക്ഷ്മി, ഭദ്രകാളി, മറ്റു ഉപദേവന്മാരുടെ സാന്നിധ്യമൊക്കെ കണ്ടെത്തി നമ്മുടെ വൈക്കം കുമരകം ഗോപാലൻ തന്ത്രിയുടെ തന്ത്രത്തിൽ ഇതുപോലെ തന്നെ ക്ഷേത്രം ഇതുപോലെ ഈ ഒരു അവസ്ഥയിലൊക്കെ ആക്കിയിരിക്കുന്നു. നമ്മൾ മലയാള മാസം ഇതുപോലെ തന്നെ 1-ാം തീയതി അതുപോലെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളുമാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ പൂജകൾ കഴിപ്പിക്കുന്നത്. രാവിലെ ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധനയോടുകൂടി നമ്മൾ നടക്കുന്ന അങ്ങനെ ചടങ്ങുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ബാലായത്തിലാണ് ഇപ്പം പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു ക്ഷേത്രത്തിനായിട്ട് നമ്മളിപ്പം 8 വർഷത്തോളമായിട്ട് ഇതുപോലെ തന്നെ ക്ഷേത്രം പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തുടർന്ന് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ ഒരു പ്രതിഷ്ഠ കാണണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതിൻ്റെതായ ഒരു പോരായ്മയും ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാം ഉണ്ട്. സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. അപ്പം മറ്റ് ദേശവാസികളുടെയും അതിൽ സാധാരണക്കാരുടെയും ഒക്കെ ഒരു ക്ഷേത്രമായിട്ടാണ് ഈ മഹാലക്ഷ്മി ദേവിയമ്മ ഇവിടെ കുടികൊള്ളുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നേ വരെ ഈ ഒരു പ്രവൃത്തി ഇത്രയും ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. പറഞ്ഞാൽ യാതൊരുവിധ പിരിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സമ്പാദ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുപോലെ ഇത്രയൊക്കെ ആക്കി നമുക്കിവിടെ എടുക്കാൻ കഴിയും. ഒരുപാട് ആളുകളൊക്കെ വരാറുണ്ട്. ധാരാളം ആളുകൾ വരുന്നുണ്ട്. പിന്നെ നരവധത്തിന് പുറത്തുനിന്നാണെങ്കിലും ദേവിയുടെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങാനായിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ ദേവിക്ക് നെയ്വിളക്ക് അങ്ങനെയുള്ള പൂജകൾ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് അവിടെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു പോകുന്നു. ഈ വരും വർഷത്തിൽ ഒരു പ്രതിഷ്ഠ നമ്മുടെ എല്ലാവരുടെയും നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ നടക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. എല്ലാം നല്ല രീതിയിൽ നടക്കും. തിരുമേനി ഇത്രയും ശക്തമായിട്ട് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുക അനുഗ്രഹം വാങ്ങുകയൊക്കെ തരുന്ന അമ്പലമല്ലേ ഇത്. എല്ലാം നന്നായി വരും. ഇത് നമ്മുടെ അമ്പലത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി പറഞ്ഞായിരുന്നു. എൻ്റെ പേര് ബാബു. ഒത്തിരി ഞാനിവിടെ വർഷങ്ങളായിട്ട് അമ്പലത്തിൽ വന്നത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൊട്ട് അന്നോട്ട് ഈ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഇതുപോലെ ഒരു ക്ഷേത്രം ഇവിടെ ഒരു ചെറിയ ശ്രീകോവിലായിരുന്നു. ചുറ്റമ്പലവും ഒരു നടപ്പന്തലും കേട്ട് കുഞ്ഞൊരു ക്ഷേത്രമായിരുന്നു. അന്ന് തൊട്ട് ഞാൻ ഈ അമ്പലത്തിൽ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പം ഇത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഈ വർഷം ഞങ്ങൾക്ക് പ്രതിഷ്ഠ നടത്തണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് നമ്മുടെ സെക്രട്ടറി. നമ്മൾ ആദ്യം കണ്ടതാണ്. സെക്രട്ടറിയാണ്. ഒത്തിരി ആൾക്കാർക്ക് നല്ല വിശ്വാസവും നല്ല സ്നേഹത്തോടും കൂടി ഈ അമ്പലം ഇവിടുന്ന് പണിത് പൂർത്തീകരിച്ച് കാണാൻ വേണ്ടി എല്ലാവരും ശക്തമായിട്ടാണ് നമ്മളോട് കൂടി നിന്ന് പ്രവർത്തിക്കുകയും അതിനോട് ചേർന്ന് ഒരുമിച്ച് പോവുകയും ചെയ്യുന്നത്. ഈ കാലങ്ങളെല്ലാം ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടന്നിട്ട് പോലും നമുക്കൊത്തിരി അനർത്ഥങ്ങളും കാര്യങ്ങളും എല്ലാം ഈ പരിസരത്തും ദേശവാസികൾക്കും ഒക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടണമെങ്കിൽ നമ്മുടെ ക്ഷേത്രം നല്ലപോലെ പണിത് പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഒത്തിരി നന്ദിയുണ്ട്. എല്ലാം ഈ അമ്പലത്തെക്കുറിച്ച് അറിയാനും മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്ര നാളുകളായിട്ട് ഇവിടെ ഒരാൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വന്നിട്ടില്ല. നിങ്ങൾ ആദ്യമായിട്ട് വന്നു ഈ ക്ഷേത്രത്തെപ്പറ്റി പറയാനും ചോദിക്കാനും കഴിഞ്ഞാലും ഞങ്ങൾക്കും വളരെ സന്തോഷം. എല്ലാവരും നിമിത്തമാണ്. അപ്പോൾ നമ്മൾ അതാണ് ആദ്യത്തെ പ്രതിഷ്ഠ താഴത്തെ.
പ്രതിഷ്ഠയാണ് പറയുന്നത്. ഇവർ പറഞ്ഞത് ഇതാണ് ആദ്യത്തെ പ്രതിഷ്ഠ. ദീപാരാധനയുടെ മുഹൂർത്തമാണ്. എല്ലാവരും നല്ല ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാവരും ഒരേ മനസ്സോടുകൂടി ദേവീസന്നിധിയിൽ നിന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് പഴക്കമുള്ള അമ്പലം, അത് പുനഃപ്രതിഷ്ഠ നടത്താൻ വേണ്ടിയാണ് അവർ ഒരുങ്ങിയിരിക്കുന്നത്. അവരെല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, എത്രയും വേഗം അത് നടക്കണം. എല്ലാ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുക, അതെല്ലാം മാറി ഭംഗിയായിട്ട് നടക്കണമേ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയാണ് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഈ ദേവീ സന്നിധിയിൽ വന്നിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ദേവിയെ ഇപ്പം തൽക്കാലം മാറ്റി ആണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് കാണുമ്പം ഇത് മനസ്സിലാക്കുകയും എല്ലാവരുടെയും പ്രാർത്ഥനകളും എല്ലാം ഇതിൻ്റെ കൂടി ഉണ്ടാവണം, എല്ലാ കാര്യത്തിലും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറയുവാണ്. ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ആളുകളെല്ലാവരും വന്ന് നിൽക്കുന്നത് എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ പതുക്കെ അമ്പലത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് പതുക്കെ ഇറങ്ങുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ല് ബട്ടണും കൂടി ഒന്ന് അമർത്തുക. താങ്ക്